അവസാനം വിനോദും ഇന്ദുവും ഒന്നായി. അമ്മുക്കുട്ടിയുടെ ഇഷ്ടപ്രകാരം അവൾക്ക് അവളുടെ ഇന്ദു ചേച്ചി ഇന്ന് അമ്മയാണ്. എങ്കിലും അവർ ഇപ്പോഴും അശ്വതിയുടെ ഫോട്ടോയിൽ നോക്കി അച്ഛനും മകളും പരാതികളും പരിഭവങ്ങളുമെല്ലാം പറയാറുണ്ട്. അവർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല അശ്വതി. അശ്വതിയുടെ ഫോട്ടോയിൽ നോക്കി അധികവും ഇപ്പോൾ വിനോദ് പറയുന്ന കാര്യം ഇതാണ്: അശ്വതി, നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ മകളെ നോക്കുക, അതുപോലെ തന്നെയാണ് ഇന്ദു നമ്മളെ മകളെ നോക്കുന്നതും സംരക്ഷിക്കുന്നതും. ഞാൻ ഭാഗ്യവാനാണ്. നിന്നെപ്പോലെ നല്ല സ്നേഹമുള്ള ഒരു കുട്ടിയെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഈശ്വരൻ തന്നത് എന്ന്. ഹിന്ദുവിനോട് വിനോദം പറയും: എൻ്റെ അശ്വതി ഇപ്പോൾ മുകളിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും. നീ എത്ര നന്നായിയാണ് എന്നെയും മോളെയും നോക്കുന്നത്. നീ ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് എന്ന്. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. അമ്മുക്കുട്ടി ഇന്ന് വലിയൊരു കുട്ടിയായിട്ടുണ്ട് കേട്ടോ. പഠനത്തിലും വളരെ മുമ്പിലാണ് അമ്മുക്കുട്ടി. ഇന്ന് കൊട്ടാരം മുഴുവനും അമ്മുക്കുട്ടിയെ സ്നേഹിച്ചു കൊല്ലുകയാണ് കേട്ടോ. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അമ്മുക്കുട്ടിയെ. എന്നാൽ ആ സ്നേഹമൊന്നും അധികകാലം അനുഭവിക്കാൻ അമ്മുക്കുട്ടിക്ക് ഭാഗ്യമുണ്ടായില്ല. അമ്മ അശ്വതിയുടെ അടുത്തേക്ക് തന്നെ അമ്മുക്കുട്ടിയും യാത്രയായി. തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് US പോകുന്ന വഴി വിമാനാപകടമുണ്ടാവുകയും ആ അപകടത്തിൽ അമ്മുക്കുട്ടി മരണമടയുകയും ചെയ്തു. ഇന്നും കൊട്ടാരത്തിന് അത് താങ്ങാൻ പറ്റാത്തൊരു വിങ്ങലാണ്. അതിൽ നിന്നും കരകയറാൻ കൊട്ടാരത്തിലെ ഓരോ അംഗവും ഒരുപാട് സമയമെടുത്തു. അമ്മുക്കുട്ടിയുടെ മരണവാർത്ത കൊട്ടാരത്തിലെ ഓരോ വ്യക്തിയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. അശ്വതിയുടെ അമ്മ, അതായത് നമ്മുടെ അമ്മുക്കുട്ടിയുടെ അമ്മൂമ്മ, തൻ്റെ മകളെയും തനിക്ക് നഷ്ടമായി, ഇന്നതാ പേരക്കുട്ടിയെയും നഷ്ടമായി. ഈ വിഷമം താങ്ങാനാവാതെ മനം നൊന്ത് അവർ മരണപ്പെടുകയും ചെയ്തു. ഇന്ന് ആ കൊട്ടാരത്തിൽ അശ്വതിയുടെ അമ്മയും അമ്മുക്കുട്ടിയും അശ്വതിയും ഒന്നുമില്ല. അവരെല്ലാവരും യാത്രയായി. ഇന്ന് അവിടെയുള്ളത് നമ്മുടെ വലിയമ്മാവനും അവരുടെ കുടുംബവും, അതുപോലെ തന്നെ ചെറിയമ്മാവനും അവരുടെ കുടുംബവുമൊക്കെയാണ്. അവർ ഇന്നും ആ കൊട്ടാരത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. വിനോദിനെ അവരെല്ലാവരും ഒരുപാട് പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം തൻ്റെ അശ്വതിയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ തൻ്റെ ബന്ധുക്കളാണ്. ഇന്ന് തനിക്ക് അശ്വതിയും തൻ്റെ മകളും നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുമാണ് ഇനി വിനോദിൻ്റെ ബന്ധുക്കൾ. അമ്മുക്കുട്ടിയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് വിനോദിനും ഇന്ദുവിനും ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മുക്കുട്ടിയുടെ മരണശേഷം അവർ ആ ഒരു ദുരിതത്തിൽ നിന്നും കരകയറാൻ ഒരുപാട് സമയമെടുത്തു, വർഷങ്ങളെടുത്തു. അങ്ങനെ അവർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്: ഇനിയും നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അങ്ങനെ ഇന്ദു വിനോദിനോട് പറഞ്ഞു: നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും നമ്മുടെ മകൾ അമ്മുക്കുട്ടിക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇന്ദു ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അങ്ങനെ അവർ ആ കുട്ടിയെ അമ്മു എന്നാണ് വിളിക്കാറുള്ളത്. അതായത് അവരുടെ അമ്മുക്കുട്ടി വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്ന് ആ അമ്മുക്കുട്ടിയോടൊപ്പം അവർ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.